പിള്ളേരൊക്കെ ഉറങ്ങിയോടി? ഇല്ല, വിജയേട്ടൻ വരൂന്ന് അറിയാലോ. ആ, നീ ആ ഗേറ്റ് ഒന്ന് അടച്ചേക്ക്. വിജയേട്ടൻ അത് അടച്ചിട്ട് കയറിയാ പോരായിരുന്നോ? എടി, എന്റെ 2 കയ്യിലും സാധനങ്ങളല്ലേ. അതീ അരബത്തിലോട്ട് വെച്ചിട്ട് പോയി അടയ്ക്കണം. ഓ, നിന്നോട് ആ ഗേറ്റ് ഒന്ന് അടയ്ക്കാൻ പറഞ്ഞത് വലിയ അപരാധമായി പോയി അല്ലേ? ഓ, അടച്ചേക്കാവേ. അപ്പോ ഞാൻ നിർത്തിയിട്ട് എണീറ്റ് പോവും കേട്ടോ. അവസാനം വയറ് വിശന്ന് പാതിരാത്രിക്ക് നീ ഇവിടെ കിടന്ന് തല കുത്തി മറിയും. ഞാൻ ഇടക്കിടക്ക് വാതുറന്നിട്ടുണ്ടല്ലോ ചേച്ചിക്കുട്ടി. ഓ, വലിയ സൗജന്യം. ശരി, ഇനി വാതുറന്ന് പിടിച്ചേക്കാം. ആ, ഇങ്ങനെ വെച്ചോണ്ടിരുന്ന വായിക്കാത്ത ഈച്ചയും പൂച്ചയൊക്കെ കയറി പോവും. പുണ്യേ, ഇവന്റെ കാലിനല്ലേ പരിക്ക്, കൈക്കല്ലല്ലോ. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ വാരി കൊടുക്കുന്നത്? തനിയെ വാരി കഴിക്കാൻ അവന്റെ 2 കൈയും സ്വന്തമായി ഇല്ലേ? അച്ഛാ, ഞാൻ രോഗിയല്ലേ, എന്നെ ആരെങ്കിലും നോക്കണ്ടേ? ഞാൻ തനിയെ കഴിക്കാനും കൂടെ തുടങ്ങിയ ആരും ഈ റൂമിലോട്ട് നോക്കാൻ പോലും വരില്ല. ഞാൻ ചുമ്മാ പറഞ്ഞാലടാ കള്ളത്തമ്മാടി. നമ്മൾ വയ്യാതിരിക്കുമ്പോ നമ്മളെ കെയർ ചെയ്യാൻ ആരെങ്കിലൊക്കെ ഉള്ളത് വലിയ സന്തോഷമല്ലേ? ആ, ഇതെന്തൊക്കെയാ അച്ഛാ? മോൻ ഇഷ്ടമുള്ള എല്ലാം ഉണ്ട്. ആപ്പിള്, ഓറഞ്ച്, മുന്തിരി, ചോക്ലേറ്റ്. നീ വലിയ പേഷ്യന്റ് അല്ലടാ. അച്ഛാ, എനിക്കുള്ളത് വേറെ തരണേ, അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇവന്റെ കാല് പിടിച്ച് കെഞ്ചണം. ദാ പിടിച്ചോ, നീ എടുത്തിട്ട് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ തന്നാ മതി എനിക്ക്. പിന്നെ അല്ലാതെ അങ്ങനെയാടാ ആണുങ്ങള്. ആ, വാങ്ങിച്ചോ. അയ്യടി, ഞാൻ തരാൻ പോവാ, അതും നിനക്ക്. അച്ഛാ, കണ്ടോ അച്ഛാ? ഇവിടെ എല്ലാവർക്കും കൊടുത്ത് എന്റെ പട്ടിക്കും കൂടെ കൊടുത്തിട്ട് ഞാൻ ഇവൾക്ക് കൊടുക്കത്തുള്ളൂ. വിജയേട്ടാ, ഇതാ ഇവന്റെ സ്വഭാവം. ജാനിക്ക് വാരി കോരി കൊടുക്കും, സൂര്യമോൾക്കൊന്നും കൊടുക്കില്ല. അതെന്താ പുണ്യ അങ്ങനെ? അവളും നിന്റെ കൂടെ പറപ്പല്ലേ? അവളും എന്നല്ല പറയണ്ടേ, അവളേ ഉള്ളൂ ഒരേ ഒരു കൂടപ്പിറപ്പ്. അവൾക്ക് വേറെയും കൂടപ്പിറപ്പുണ്ടച്ചാ. അതാരെ? കുശുമ്പ്. അമ്മയുടെയും അമ്മമ്മയുടെയും കുശുമ്പ് മുഴുവൻ ഇവൾക്കാ കിട്ടിയിരിക്കുന്നത്. അമ്മയ്ക്ക് എവിടെയാടാ കുശുമ്പ്? അയ്യോ, എന്റെ അമ്മേ, ഞാൻ എന്നും കാണുന്നതല്ലേ ചേച്ചിക്കുട്ടിയുടെ അടുത്ത് അമ്മയുടെയും പിന്നെ അമ്മമ്മയുടെയും. കേട്ടോടി രത്നമ്മേ, നിന്നെ നിന്റെ മോൻ ഇപ്പോഴേ വിലയിരുത്തിയിട്ടുണ്ട്. ഇവനെ കൊണ്ട് അവള് പറഞ്ഞു പറയിപ്പിക്കുന്നല്ലേ ഓരോന്നും. അത് അമ്മമ്മയുടെ സ്വഭാവം അച്ഛാ. അമ്മയ്ക്ക് ഓരോ കുശുമ്പ് പറഞ്ഞു കൊടുക്കും, എന്നിട്ട് അമ്മയെ കൊണ്ട് പറയിക്കും. ഭയങ്കര. രത്നമ്മേ, പിള്ളേര് നിന്നെ ശരിക്കും വാച്ച് ചെയ്യുന്നുണ്ട്, സൂക്ഷിച്ചോ. പിന്നെ ഇവനെയൊക്കെ പേടിച്ചിട്ട് വേണ്ട എനിക്ക് ജീവിക്കാൻ. പിള്ളേര് പ്രായമാവുമ്പോ ഓരോന്ന് എണ്ണി എണ്ണി ചോദിക്കും, അന്നേരം ഈ മറുപടി തന്നെ പറയണം. ഓ, ഞാൻ പറഞ്ഞോളാം.